ഷോപ്പ് വെളിയിൽ നിന്ന് കൊണ്ടുവരും. മഞ്ഞ് ഇവിടെ ഉണ്ടോ? മഞ്ഞ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? എവിടെ? ഫാമാണ്. ചേട്ടൻ്റെ പേരെന്താ? അപ്പം നിങ്ങളുടേതാണോ ഈ കൃഷി സമിതിയൊക്കെ? അല്ല അല്ലേ, വരമ്പിൽ വെച്ചിരിക്കുകയാണോ? പാടത്ത് വെച്ചിരിക്കുകയാണ്. ശരി ശരി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ബാഗിൻ്റെ വർക്ക് ഉണ്ട്. അതിന് ഉള്ളിൽ ഒരുപാടുണ്ടല്ലേ. ശരി. ഇത് നല്ല ഫ്രഷാണല്ലേ. പക്ഷെ ഈ പൂവിന് വലിപ്പമില്ല അല്ലേ? വളവിടാൻ വലിപ്പമില്ല. ചേട്ടനൊന്ന് ഇവിടെ നിൽക്കുന്നതായിട്ട്. പക്ഷെ ഇപ്പൊ തന്നെ വിടർന്ന തന്നെ ഭാഗ്യല്ലേ. ഒന്നും ആയിട്ടില്ല, മാത്രം ഏകദേശം നല്ല വലുതാവും, ഇനിയും വലുതാവും. പക്ഷെ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇത് എത്ര രൂപയാ ബാഗിന്? മെഷീൻസ് അച്ഛൻ്റെ കൃഷിയൊക്കെ ഈ പൂച്ചെടികൾ കൃഷി ചെയ്യുന്നതൊക്കെ ഇവിടെ പറശ്ശേരിയിലാണ് ചെയ്യുന്നത്, മോഴപ്പാറയിലല്ല അല്ലേ? ശരി. അച്ഛൻ്റെ പേരെന്താ? അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഈ കൃഷിയുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ വിത്തുകളൊക്കെ FCI ഇപ്പോൾ എടുക്കാറുണ്ടോ? അല്ല, അച്ഛൻ മറ്റേ വിത്തുകൾ കഞ്ചിക്കോട് പോയിട്ട് മറ്റേ സീഡ് അതോറിറ്റിയിൽ നിന്നോ സീഡ് കോർപ്പറേഷനിൽ നിന്ന് എടുക്കാറുണ്ടോ? പണ്ടൊക്കെ ഇല്ല അല്ലേ? ഇടം ഇവിടെ ഏറുമാടും ഇതൊക്കെ ചാള ഇതൊക്കെ ആരുടെ? സാബു എന്ന് പറഞ്ഞ ആളുടെ ആണോ? ഈ നടുപ്പാടത്ത് ഇവിടുത്തെ അത് ആരാ ചെയ്തിരിക്കുന്നത്? അവിടെ ഒരു അദ്ദേഹത്തിന് കർഷകനാണോ? അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത്? അവാർഡാണോ ലഭിച്ചത്? നെൽക്കതിര അവാർഡ്, യുവ കർഷകൻ. അപ്പോൾ അദ്ദേഹത്തിന് അഭിനന്ദിക്കുക നമുക്ക് അല്ലേ. എത്രയും ടൂറിസ്റ്റുകൾ എത്രയോ നിൽക്കുന്ന ഒരു 10-50 ടൂറിസ്റ്റുകൾ ആ നടുപ്പാടത്തുണ്ട്. ഓണക്കാലം എപ്പോഴും ടൂറിസ്റ്റുകൾ, പെൺകുട്ടികളും ആൾക്കാരും എല്ലാവരും റീൽസ് ചിത്രീകരിക്കാനൊക്കെ ആയിട്ട്. കഴിഞ്ഞതിന് ശേഷം മറ്റേ ബാഗ് വർക്കിനായിട്ട് ബാംഗ്ലൂർ പോയിരുന്നു, മെജസ്റ്റിക്കിലോ. അപ്പോൾ അവിടെ കുറച്ച് കാലം, എത്ര വർഷം അവിടെ വർക്ക് ചെയ്തു? 6 വർഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്പേർട്ടായി പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ, മെജസ്റ്റിക്കിൽ നിന്ന് ഹൊസൂർ എത്താൻ എത്ര സമയം വേണമെന്നറിയോ? 3.5 മണിക്കൂർ ബസ്സിന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മോന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ ഗംഗാനഗറിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെജസ്റ്റിക്കിൽ നിന്ന് കയറി. അവിടെ നിന്ന് കയറിയിട്ട് ഹൊസൂരെത്താൻ 3.5-3.25 മണിക്കൂർ എടുത്തു. വെള്ളിയാഴ്ച വൈകുന്നേരത്ത് 6 മണിക്ക് കയറിയിട്ട് കുറേ വൈകി. അത്രയും ഹെവി ട്രാഫിക്കാണ്. ഒരു സിഗ്നലിൽ 1 മിനിറ്റൊക്കെ നിർത്തുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും കാവൽകെട്ടി കിടക്കണം. പിന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെ മെട്രോ പില്ലേഴ്സ്, തലങ്ങും വിലങ്ങും വാഹനങ്ങൾ. എന്താ അത് എത്ര വേഗം ഡെവലപ്പ് ആയില്ലേ ബാംഗ്ലൂർ?